അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ വാഹനത്തിൻ്റെ മുകളിൽ MVDയുടെ ഫൈന് ചലാൻ എത്ര വന്നിട്ടുണ്ട്, അത് എങ്ങനെ ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനുവേണ്ടി ഞാനൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാണ്. അതിനുവേണ്ടി ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ RTO എന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, RTO ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന ഈ RTO വെഹിക്കിൾ ഇൻഫർമേഷൻ ആ ഫസ്റ്റിലെ അതിലാണ് സെലക്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ RTOൻ്റെ ലോഗോ ഉള്ള RTO വെഹിക്കിൾ ഇൻഫർമേഷൻ ആ ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ലാംഗ്വേജ് ചോദിക്കും. അത് നിങ്ങളെ ലാംഗ്വേജ് ഏതാ സെലക്ട് ചെയ്യുക, ഇംഗ്ലീഷോ മലയാളം. ഓക്കെ, ഞാൻ ഓൾറെഡി ഇതിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അതൊന്നും ചോദിക്കില്ല, ഡയറക്റ്റ് നമുക്ക് എങ്ങനെയാണ് വരിക, ഈ ഒരു ഇൻ്റർഫേസാണ് വരിക ഓപ്പൺ ചെയ്യുമ്പോൾ. ഓക്കെ, അതിൽ നാലാമത്തെ ചലാൻ അതിലാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ചലാനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബൈ RC, ബൈ ഡ്രൈവിംഗ് ലൈസൻസ്, ബൈ ചലാൻ, നമ്മൾ ബൈ RCയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടിയുടെ നമ്പർ എൻ്റർ ചെയ്തിട്ട് അത് സെർച്ച് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ചെയ്താലേ നമുക്ക് ആ വണ്ടിയുടെ പേരിലുള്ള ഫുൾ ചലാനിൻ്റെ ഡീറ്റെയിലും കിട്ടുള്ളൂ. ബൈ ചലാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചലാൻ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുക, വണ്ടി നമ്പർ കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ചെറിയൊരു ഡിലേക്ക് ശേഷം അപ്പോൾ തന്നെ ജസ്റ്റ് ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ അത് വരും, അത് ഓപ്പൺ ആവും. ഓക്കെ, എത്ര പെൻഡിങ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഉള്ളത് 2 ഉണ്ട്. അതിൽ ഒന്ന് പേ ചെയ്തിട്ടുണ്ട്, ഒന്ന് പെൻഡിങ്ങിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ പെൻഡിങ്ങിലുള്ളത് നമുക്ക് അടക്കണം. അതിന് മുന്നേ നമുക്ക് ചലാൻ എവിടെ നിന്നാണ് വന്നത് അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ കിട്ടാൻ ആ ചലാൻ പ്രിൻറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചലാൻ്റെ ഡീറ്റെയിൽ അവിടെ കാണാം. അതിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെ നിന്നാണിത് വന്നിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ പേ ചെയ്യാന്നുള്ളതാണ്. അതിൽ ആ മുകളിലത്തെ റൈറ്റ് സൈഡിലെ പേ നൗ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൻ്റെ നേരെ അപ്പുറത്ത് ചലാൻ നമ്പർ ഉണ്ട്. ആ പേ നൗ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പേ നൗ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ആ ചലാൻ നമ്പർ ഒന്ന് കോപ്പി ആവും. അത് നമ്മൾ ഓക്കെ അടിക്കുക, ഡിസ്ക്ലെയിമർ ഒന്ന് ഓക്കെ അടിക്കുക. ചലാൻ നമ്പർ ഓട്ടോമാറ്റിക് കോപ്പി ആയിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം ഈ പേജിലേക്കാണ് വരിക പേയ്മെൻറ്റ് ചെയ്യാനുള്ള. അതിൽ ചലാൻ നമ്പറിൽ ഓൾറെഡി ക്ലിക്കഡാണ്, നമ്മൾ ടിക്കറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചലാൻ നമ്പർ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ ചലാൻ നമ്പർ അവിടെ വരും. അതിനുശേഷം ക്യാപ്ച ഒന്ന് കറക്റ്റ് നമ്മൾ നോക്കിയിട്ടൊന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, അതിന് ക്യാപ്ച ഒന്ന് എൻ്റർ ചെയ്യുക കറക്റ്റായിട്ട്. ഓക്കെ, അതിനുശേഷം ഈ ഗെറ്റ് ഡീറ്റെയിലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഗെറ്റ് ഡീറ്റെയിൽ. ഓക്കെ, അതിനുശേഷം നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഗ്രീനിൽ പേ നൗ. ഓക്കെ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഗ്രീനിൽ പേ നൗ എന്നുള്ള ഗ്രീനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോൺ വേണം. ഫോണിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. കയ്യിലുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിലൊരു OTP വരാനുണ്ട്. ആ OTP കറക്റ്റ് നമ്മൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിന് നമ്മുടെ കയ്യിലുള്ള ഫോൺ നമ്പർ തന്നെ കൊടുക്കുക. അപ്പോൾ OTP അതിൽ വരും. ആ OTP നമ്മളൊന്ന് കറക്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ OTP ഇവിടെ വന്നിട്ടുണ്ട്. ആ OTP നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 17436. ഓക്കെ, അത് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീഫ്രഷ് ഒന്നും ചെയ്യരുത്. അത് ഓട്ടോമാറ്റിക് ഈ ഒരു പേജിലേക്ക് വരും. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രഷറി എന്ന് കാണാം. അതൊന്ന് സെലക്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം താഴെ വന്നിട്ട് ഐ ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് ടിക്കറ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻ ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനിലേക്ക് വരും. അതിൽ ഫസ്റ്റിൽ നെറ്റ് ബാങ്കിങ് ആണ്. അത്രയും ബാങ്കിൽ നമുക്ക് നെറ്റ് ബാങ്കിങ് യൂസർ ID പാസ്വേഡ് വെച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ഗേറ്റ് വേ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 1-2 ഓപ്ഷൻ. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷനിലാണ്. അതിൽ നമ്മുടെ കാർഡ് പേയ്മെൻറ്റുകൾ 2 കാർഡും ഡെബിറ്റും ക്രെഡിറ്റ് കാർഡും പറ്റും, നെറ്റ് ബാങ്കിങ്ങും UPIയും പറ്റും. അതുകൊണ്ട് ഞാൻ ആ പേയ്മെൻറ്റ് ഗേറ്റ് വേ എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, കാർഡ്സ്, നെറ്റ് ബാങ്കിങ്, UPI. അതിൽ ഞാൻ UPI സെലക്ട് ചെയ്തു. UPI സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ UPI ID കറക്റ്റ് എൻ്റർ ചെയ്യുക. അത് ഫോൺ പേയിലെ UPI ID അല്ലെങ്കിൽ ഗൂഗിൾ പേയിലെ UPI ID അത് ഏതാണ് സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ കറക്റ്റ് എൻ്റർ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഫോൺ പേയിലാണ് UPI ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അതിനുശേഷം വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അത് വെരിഫൈ ചെയ്യും. നമ്മുടെ പേര് അവിടെ കറക്റ്റ് കാണിക്കും. ഫോൺ പേയിലെ പേരാണ് അവിടെ വന്നിട്ടുള്ളത്. നമ്മളൊന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, വന്നിട്ടുണ്ട് പേര്. അതിനുശേഷം പേ കൊടുക്കുക.
പേ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ പേ ഓപ്പൺ ആക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നമ്മുടെ ഫോൺ പേ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു റിക്വസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും, 500 രൂപ പേയ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ഉണ്ടാവും. ആ റിക്വസ്റ്റിൽ പേ ചെയ്തിട്ട് നമ്മുടെ പിൻ നമ്പർ അടിച്ച് പേ ചെയ്യുക. ഓക്കെ, അതോടുകൂടി നമ്മുടെ ഈ പ്രോസസ്സ്, അതായത് ചലാൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, നമുക്കൊരു സ്ലിപ്പ് കിട്ടും പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള. അത് ഓക്കെ, പ്രിൻ്റ് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി ഓൺലൈനിൽ അപ്ഡേറ്റ് ആവും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. ഓക്കെ, ബൈ.